Hi friends, Assalamu alaikum. Bismi ke channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് വെറൈറ്റി ആയിട്ട് സ്നാക്കിന്റെ റെസിപ്പിയാണ് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 3/4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. പത്തിരി നൂലപ്പൊക്കെ തയ്യാറാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരുന്ന ഏലക്കപ്പൊടി ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അളന്നെടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു ലൂസ് പോരാ, നമുക്ക് കുറച്ചുകൂടി ലൂസ് വേണം. ഞാൻ ഇത് കലക്കിയെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കാൻ മതി കേട്ടോ. ആദ്യം തന്നെ ഫുള്ള് വെള്ളം ഒഴിച്ച് കലക്കണ്ട. കണ്ട ഈ ഒരു രീതിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇത്രയും ലൂസ് വേണം മാവിന്. ഒരുപാട് തിക്കായി പോകുകയും ചെയ്യരുത്. കണ്ടോ, ഞാൻ ഒരു കപ്പ് വെള്ളം ഗ്ലാസ്സിലേക്ക് അളന്നെടുത്തത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. അതവിടെ വേണ്ട, നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ബാറ്റർ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അപ്പസോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആദ്യം ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്യാം. ഇതൊരു വിരുന്നുകാർ വരുമ്പോൾ പോലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. കുറച്ച് വെറൈറ്റിയാണ്. കാണുമ്പോൾ തന്നെ ഇത് പഴം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നതല്ല, കഴിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഉണ്ടോ, ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ നമ്മൾ ഈ ഉരുളങ്കിഴങ്ങൊക്കെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യൂലേ, അതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പഴങ്ങളും കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. 10 മണിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്കായിട്ട് കൊടുത്തു വിടാനും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇതേപോലെ ഞാൻ മുഴുവനും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ബാറ്റർ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഒരു 5 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിതാ മാവിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും മതി. ഫോർക്ക് ഉണ്ടെങ്കിൽ അതാണ് സുഖം, കയ്യിലാകൂല. എന്നിട്ട് നമുക്ക് ബ്രെഡ് പൊടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പുറം ഒരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ പഴമൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ പഴം ഉണ്ടാവും, ബ്രെഡും ഉണ്ടാവും, കടലമാവ്, അങ്ങനത്തെയൊക്കെ സാധാരണ എല്ലാവരുടെ വീട്ടിലും കാണാറുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിച്ചോണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടാവും, അവർക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും കഴിക്കാനായിട്ട്. പെട്ടെന്ന് കണ്ടാൽ പഴമാണെന്ന് തോന്നില്ല, പക്ഷെ കഴിക്കുമ്പോൾ മാത്രമേ പഴമാണെന്ന് അറിയുള്ളൂ. എന്നാൽ പുറം അത്യാവശ്യം ക്രിസ്പി ഉണ്ടാവും കേട്ടോ, അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ മുഴുവനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. ഞാൻ ഓയിലാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ടൊന്ന് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലെയിം കൂട്ടിയാൽ കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണയുടെ ചൂടനുസരിച്ചിട്ട് പതുക്കെ ഒന്ന് ലോയിൻ്റെ അടുത്തേക്ക് ആക്കുക, പിന്നെ മീഡിയത്തേക്ക് ആക്കുക. അങ്ങനെ എന്നിട്ട് ചൂടിന് ക്രമീകരിച്ചും കൊണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടിപ്പിടിക്കോ അങ്ങനെ ഒന്നുമില്ല, നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കൊണ്ടു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ ഞാൻ കടലമാവ് എടുത്തു. ഇപ്പോൾ നിങ്ങളടുത്ത് കടലമാവ് എടുക്കാൻ ഇല്ലെങ്കിൽ അതിന് പകരം മൈദ എടുക്കാം കേട്ടോ. മൈദ എടുത്തിട്ടും ചെയ്യാം. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ കടലമാവ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ കടലമാവ് കയ്യിലില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാതിരിക്കേണ്ട. മൈദ കൊണ്ടിട്ടും ചെയ്ത് നോക്കൂ. മൈദയും അരിപ്പൊടിയും കേട്ടോ. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചൊരു ക്രിസ്പി കിട്ടും പുറത്ത്. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ എണ്ണ കുടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രെഡ് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് എണ്ണ കുടിക്കുന്നൊന്നും കരുതണ്ട. എണ്ണയൊന്നും കുടിക്കില്ല. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ മാത്രം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് അടുത്തതും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയൊരു വെയ്ഡായിട്ടുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം എണ്ണ ഒപ്പം ഇട്ട് കൊടുക്കാൻ പറ്റും. ഒരുപാട് എണ്ണയൊന്നും ആവശ്യം വരുന്നില്ല. കുറച്ച് ഓയിലിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് കുക്കിംഗ് ടൈമും വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം ഒരു മീഡിയം ചൂടുണ്ട് കേട്ടോ. കണ്ടപ്പോൾ നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പഴംപൊരിയുടെ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴം സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.